നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് കൽക്കട്ട ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി. ജസ്റ്റിസ് കൗശിക് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സിംഗിൾ ബെഞ്ച് കഴിഞ്ഞയാഴ്ച തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആക്രമണങ്ങളിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ ഈ ആക്രമണങ്ങളിലൊക്കെ പരിക്കേറ്റ ആളുകൾ അവരുടെ പരാതികൾ സംസ്ഥാന DGPക്ക് ഇമെയിൽ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ലഭിച്ച പരാതികളുടെ എണ്ണവും സ്വീകരിച്ച നടപടിയും വിശദമാക്കി 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണ സംഭവങ്ങൾക്കിടയിൽ പശ്ചിമ ബംഗാളിലെ ആയിരക്കണക്കിന് BJP പ്രവർത്തകർ അവരുടെ വീടുകളിൽ നിന്നും പലായനം ചെയ്യുകയും BJP ഓഫീസുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരുന്നു. നിരവധി ആളുകളുടെ കടകളും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ കൊള്ളയടിക്കുകയും ചെയ്തിരുന്നു. അതേസമയം BJP പ്രവർത്തകർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും ആക്രമണം നേരിടുന്നുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 2023 നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വ്യാപകമായ ആക്രമണ സംഭവങ്ങളാണ് അരങ്ങേറിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നിരിക്കുന്നു, തെരഞ്ഞെടുപ്പിന്റെ ആരവമൊക്കെ ഒഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അന്ന് നടന്ന അക്രമ സംഭവങ്ങളിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും മറുപടി പറയണമെന്നുള്ള ശക്തമായ നീക്കം തന്നെയാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.